അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ അഡ്ജോയിൻറ്റും അതുപോലെ തന്നെ ഇൻവേഴ്സുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് അഡ്ജോയിൻറ്റ് എന്താണെന്ന് നോക്കാം. ഒരു മെട്രിക്സ് പി ഉണ്ടെങ്കിൽ ആ പി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റാണ് നമ്മളെ ഡിനോട്ട് ചെയ്യുന്നത് അഡ്ജ് പി എന്നാണ്. ഇതുപോലെ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന മെട്രിക്സ് പിയുടെ കോഫാക്ടർ മെട്രിക്സ് എടുക്കുക. ആ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ അഡ്ജോയിൻ്റ് എന്ന് പറയുക. അപ്പോൾ കോഫാക്ടർ നിങ്ങൾക്ക് എടുക്കുക അറിയാം, ഓരോ എലമെൻറ്റിൻ്റെ കോഫാക്ടേഴ്സ് എടുത്തുകൊണ്ട് അത് കളക്ട് ചെയ്ത് ഒരു മെട്രിക്സ് എഴുതുക, അതെയാണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുക. ഇനി ആ കിട്ടിയ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോയും കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും നിങ്ങൾക്ക് അഡ്ജോയിൻറ്റ് എന്ന് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ആദ്യമേ കോഫാക്ടർ മെട്രിക്സ് എടുക്കുക, ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇക്വേഷൻ. നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എ ഇൻവേഴ്സ് ഇതുപോലെ ഡിനോട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇക്വേഷനാണ് പഠിച്ചു വെച്ചേക്കുക. എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജ് എ ആണ്. അവിടെ ഡിറ്റർമിനൻറ്റും അതുപോലെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുന്ന തൊട്ട് മുമ്പ് പറഞ്ഞു. ഇതെന്ത് ചെയ്യുക, 1 ഡിറ്റർമിനൻറ്റ് എയെ അഡ്ജ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ലഭിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 4.5 ആദ്യത്തെ ചോദ്യമാണ്. ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഒരു 2/2 മെട്രിക്സ് ആണ്. ആദ്യത്തെ റോയിൽ 1ഉം 2ഉം, രണ്ടാമത്തെ റോയിൽ 3ഉം 4ഉം ആണ് എലമെൻറ്റ്സ്. ഞാൻ പറഞ്ഞു അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കോഫാക്ടർ മെട്രിക്സ് ആണ്. അതായത് ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സ് കളക്ട് ചെയ്ത് എഴുതുന്ന ഒരു മെട്രിക്സ്. ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സ് വേണം. നമ്മൾ മുമ്പ് ഇക്വേഷൻസ് എല്ലാം പറഞ്ഞിരുന്നു. ആദ്യത്തെ എലമെൻറ്റ് കോഫാക്ടർ A11 ആണ്. A11 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ആയിരുന്നു -1/i+j. ഇവിടെ ഐയുടെയും ജിയുടെയും വാല്യൂ 1 ആണ്. i+j ഇൻറ്റു അതിൻ്റെ മൈനറാണ് വരിക. മൈനർ എന്ന് പറയുമ്പോൾ നമുക്ക് 1ൻ്റെ മൈനറാണ് ഇവിടെ വേണ്ടത്. 1 വരുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കി എലമെൻറ്റ് അത് 4. എന്ത് വരും, -1/2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും ആദ്യത്തെ A11 എന്ന് പറയുന്ന എലമെൻറ്റ്. അടുത്തായിട്ട് A12 വേണം. ഇവിടെ ഐയുടെ വാല്യൂ 1ഉം ജിയുടെ വാല്യൂ 2ഉമാണ്. ഇക്വേഷൻ വാല്യൂ എടുക്കുകയാണെങ്കിൽ -1/1 + 2 ഇൻറ്റു M12 ആണ്. ഒന്നാമത്തെ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് ഇവിടെ 2 ആണ്. 2ൻ്റെ മൈനർ. 2ൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ 2 വരുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കി എലമെൻറ്റ് 3 ആണ്. 3 ഇവിടെ കൊടുത്തു. 3 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ -1ൻ്റെ പവറിൽ ഈവൻ ഓഡ് നമ്പറാണ് വരിക. ഓഡ് നമ്പർ ആയതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. ബാക്കി ഇവിടെ 3 ഉണ്ടപ്പോൾ -3 എന്ന് വരും. അടുത്തായിട്ട് A2ൻ്റെ വാല്യൂ അതുപോലെ നോക്കുകയാണെങ്കിൽ -2 എന്ന് കിട്ടും. അതുപോലെ A22ൻ്റെ വാല്യൂ +1 എന്നും കിട്ടും. അപ്പോൾ ഈ കിട്ടിയ എലമെൻറ്റുകളെ എന്ത് ചെയ്യുക, അതേ പ്ലേസിലേക്ക് നമ്മൾ എഴുതി വെക്കുക. ആദ്യമേ A11 എന്ന് പറയുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 4, അടുത്ത A12 എന്ന് പറയുമ്പോൾ -3, അടുത്തായിട്ട് A21 എന്ന് പറയുമ്പോൾ -2, A22 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ എന്ത് ചെയ്തു, അതേ പ്ലേസിൽ നമ്മൾ ഈ കിട്ടിയ കോഫാക്ടേഴ്സ് എലമെൻറ്റ്സുകളെ എഴുതി വെച്ചു. നമുക്ക് വേണ്ടത് അഡ്ജ് പി ആണ്. ഈ ഡിറ്റർമിനൻറ്റ് മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റാണ് വേണ്ടത്. ഈ കിട്ടിയ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസാണ് നമ്മളാണ് മേളിൽ വര കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ഇനി വേണ്ടത് നമുക്ക് ഈ കിട്ടിയ ഈ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസാണ്. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോയും കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് ഫസ്റ്റ് റോയിൽ 4 -3 ആണ്. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം വൈസ് എഴുതുക. 4 -3 നേരെ താഴേക്ക് എഴുതി കഴിഞ്ഞാൽ 4 -3 എന്ന് കിട്ടി. അതുപോലെ സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളം വൈസ് എഴുതുക. സെക്കൻഡ് റോയിൽ ഇവിടെ ഉള്ളത് -2 1 ആണ്. ആ സെക്കൻഡ് കോളം താഴേക്ക് എഴുതുകയാണ് -2 1. നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞു. ഈ കിട്ടിയ മെട്രിക്സ് ആയിരിക്കും നമ്മുടെ അഡ്ജോയിൻ്റ് എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഫസ്റ്റ് എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ കോഫാക്ടേഴ്സ് എഴുതുക. ആ കോഫാക്ടേഴ്സ് വെച്ചിട്ടൊരു മെട്രിക്സ് ഫോം ചെയ്യുക. ആ കിട്ടിയ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. റോയും കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ അഡ്ജോയിൻ്റ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യമാണ്. ഒരു വെരിഫിക്കേഷൻ ക്വസ്റ്റ്യനാണ് തന്നേക്കുക. വെരിഫൈ A ഇൻറ്റു അഡ്ജ് എ ഈക്വൽ ടു അഡ്ജ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A ഇൻറ്റു I എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ടുള്ളത്. തന്നേക്കുന്ന ഡിറ്റർമിനൻറ്റ് ഇതാണ്. നമുക്ക് A എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ A ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ആദ്യത്തെ റോയിൽ 2 3ഉം രണ്ടാമത്തെ റോയിൽ -4 -6 ആണ് എലമെൻറ്റ്സ്. നമുക്കിവിടെ വേണ്ട ടൈംസ് ഏതെന്ന് വെച്ചാൽ അഡ്ജ് എയും വേണം, അതുപോലെ ഡിറ്റർമിനൻറ്റ് എയും വേണം. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റും അതുപോലെ ഡിറ്റർമിനൻറ്റ് വാല്യൂവും ആവശ്യമാണ്.
സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിനൻറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡയഗണൽ വൈസിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ വ്യത്യാസം എടുക്കുക. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 2 × -6 -12, അതുപോലെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ -4 × 3 -12 സോ നടുക്ക് മൈനസാണ് ഓൾറെഡി ചിഹ്നം. ആ രണ്ട് മൈനസും കൂടെ +12 എന്ന് വരും. -12 + 12 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ 0 എന്ന് കിട്ടി. അടുത്തായിട്ട് വേണ്ടത് അഡ്ജോയിൻറ്റ് ഓഫ് എ ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഫോം ചെയ്യേണ്ടത് കോഫാക്ടേഴ്സ് മെട്രിക്സ് ആണ്. സോ ഓരോ എലമെൻറ്റിൻ്റെ കോഫാക്ടേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ വരുന്നത് A11 ആണ്. A11 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ -1 × I + j ആണ്. ഇവിടെ ഐയുടെയും ജിയുടെയും വാല്യൂ 1 ആയതുകൊണ്ട് -1 × 1 + 1 ഇൻറ്റു അടുത്തായിട്ട് വരിക മൈനറാണ്. മൈനർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്. ഈ 2വിൻ്റെ മൈനർ വേണം. അപ്പോൾ മൈനർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ 2 വരുന്ന റോയും കോളവും ഒഴിവാക്കുക. ബാക്കി ഇവിടെ ഉള്ളത് -6 ആണ്. -6 ആയിരിക്കും മൈനർ. സോ -1ൻ്റെ പവറിൽ 1 + 1 2 എന്ന് വരും. അത് പോസിറ്റീവാണ്. ഇൻറ്റു -6 -6 തന്നെയാണ്. സോ ആദ്യത്തെ A11 വാല്യൂ -6 എന്ന് കിട്ടി. അടുത്തായിട്ട് A12 ആണ് വേണ്ടത്. A12 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ വാല്യൂ എടുക്കുകയാണെങ്കിൽ -1 × 1 + 2 ഇൻറ്റു അടുത്തായിട്ട് രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ മൈനറാണ് വരിക. അടുത്ത എലമെൻറ്റ് 3 ആണ്. 3യുടെ മൈനർ വേണം. അപ്പോൾ എന്ത് ചെയ്യുന്ന മതി, 3 വരുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളത് -4 ആണ്. സോ -4 അവിടെ കൊടുത്തു. ഇനി -1ൻ്റെ പവറിൽ വരിക 1 + 2 3 ആണ്. 3 ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറാണ് പവർ വരുന്നതെങ്കിൽ ഈ ടേം നെഗറ്റീവ് ആയിരിക്കും. സോ ഈ ടേം നെഗറ്റീവാണ്. നെഗറ്റീവ് ഇൻറ്റു -4 എന്ന് വരും. അത് +4 ആയിരിക്കും. അപ്പോൾ അടുത്തായിട്ട് വേണ്ടത് A21 എന്ന് പറയുന്ന എലമെൻ്റ് ആണ്. A21 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ -3 എന്നും അതുപോലെ A22 എന്ന് പറയുന്ന എലമെൻറ്റ് 2 എന്നും കിട്ടും. സോ നമുക്ക് 4 കോഫാക്ടേഴ്സ് കിട്ടി. ഇനി കിട്ടിയ 4 കോഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു മെട്രിക്സ് ഫോം ചെയ്യുക. കിട്ടിയ ആദ്യത്തെ A11ൻ്റെ വാല്യൂ -6 ആണ്. അപ്പോൾ ഈ 11ൻ്റെ സ്ഥാനത്ത് -6 എഴുതി. അടുത്തായിട്ട് A12ൻ്റെ വാല്യൂ കിട്ടിയത് +4 ആണ്. സോ A12ൻ്റെ സ്ഥാനത്ത് നമ്മൾ +4 എഴുതി. അടുത്തായിട്ട് A21ൻ്റെ വാല്യൂ കിട്ടിയത് -3 അവിടെ. അതുപോലെ തന്നെ A22ൻ്റെ വാല്യൂ 2 എന്നാണ് കിട്ടിയത്. A22ൻ്റെ സ്ഥാനത്ത് 2 എഴുതി. സോ നമുക്ക് അഡ്ജോയിൻറ്റ് വേണ്ടി അടുത്തായിട്ട് വേണ്ടത് ഈ കിട്ടിയ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോയും കോളും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോയിൽ -6 4 ആണ്. അപ്പോൾ ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം വൈസ് താഴേക്ക് എഴുതുക. -6 4 താഴോട്ട്. വീണ്ടും രണ്ടാമത്തെ റോ എടുക്കുകയാണെങ്കിൽ -3 2 ആണ്. സോ സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളമായിട്ട് വയ്ക്കുക. -2 2 ആയി -3 2. സോ നമുക്കിവിടെ എന്ത് കിട്ടി, ട്രാൻസ്പോസ് എടുത്ത് എഴുതിയപ്പോൾ കിട്ടിയതാണ് നമ്മുടെ അഡ്ജോയിൻറ്റ് അല്ലെങ്കിൽ അഡ്ജ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വെരിഫൈ ചെയ്യാനുള്ളത് ഇവിടെ A × അഡ്ജ് എ വേണം. അതുപോലെ അഡ്ജ് എ × എയും വേണം. സോ അഡ്ജ് എ × എ എന്ന് പറഞ്ഞ വാല്യൂ നോക്കാം. A × അഡ്ജ് എ. A × അഡ്ജ് എ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് A എന്ന് പറഞ്ഞ ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് ക്വസ്റ്റിനകത്തുണ്ട്. അതുപോലെ അഡ്ജ് എയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, വാല്യൂ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കറിയാം. എന്ത് ചെയ്യുക, റോ എടുത്ത് കോളത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അതായിരിക്കും ഫസ്റ്റ് എലമെൻറ്റ്. വീണ്ടും ഫസ്റ്റ് റോ എടുത്ത് സെക്കൻഡ് കോളത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അതായിരിക്കും സെക്കൻഡ് എലമെൻറ്റ്. വീണ്ടും സെക്കൻഡ് റോ എടുക്കുക, ഫസ്റ്റ് കോളം. വീണ്ടും സെക്കൻഡ് റോ എടുക്കുക, സെക്കൻഡ് കോളം. അപ്പോൾ നമുക്ക് മൊത്തം കിട്ടുന്ന എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ 0 0 0 0 ആയിരിക്കും. അത് 4 എലമെൻറ്റും 0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതൊരു നൾ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ 0 മെട്രിക്സ് ആണ്. എല്ലാ എലമെൻറ്റും 0 ആണ്. അത് നമുക്ക് എന്ത് എഴുതാം, 0 എന്ന് തന്നെ എഴുതാം. എല്ലാ എലമെൻറ്റും 0 ആയതുകൊണ്ട്. അതുപോലെ വീണ്ടും നമുക്ക് അടുത്ത വേണ്ടത് അഡ്ജ് എ × എ ആണ്. വീണ്ടും എന്ത് ചെയ്യുക, ആദ്യമേ അഡ്ജ് എ എടുക്കുക, രണ്ടാമത് × എ എടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക, രണ്ടിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നൊരു 0 0 0 0 4 എലമെൻ്റ് ആയിരിക്കും. സോ ഇതിൻ്റെ വാല്യൂ 0 തന്നെയാണ്. പിന്നെ അടുത്തവിടെയുള്ള ടൈം ഡിറ്റർമിനൻറ്റ് A × I ആണ്. സോ എന്ത് ചെയ്യുക, ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയത് 0 എന്ന് തന്നെയാണ്. അപ്പോൾ ആ 0യെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലും 0 തന്നെയായിരിക്കും. സോ എന്തായിരിക്കും, ഇവിടെ ഡിറ്റർമിനൻറ്റ് A × Iയുടെ വാല്യൂവും 0 ആയിരിക്കും. കാരണം ഡിറ്റർമിനൻറ്റ് 0 ആയതുകൊണ്ട്. സോ നമുക്ക് കിട്ടിയ എല്ലാ ടൈമും 0 എന്ന് കിട്ടി. അതുകൊണ്ട് A × അഡ്ജ് എയും അതുപോലെ അഡ്ജ് എ × എയും അതുപോലെ ഡിറ്റർമിനൻറ്റ് A × Iയും എല്ലാം കിട്ടിയത് 0 തന്നെയാണ്. അതുകൊണ്ട് എന്തായിരിക്കും, ഈ 3 ടേംസും ഈക്വലാണ്. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് 5ാമത്തെ ചോദ്യമാണ്. എന്നിട്ട് മുമ്പ് 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിരുന്നു. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. അവിടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 3/3 മെട്രിക്സാണ് വരിക. അപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അതുപോലെ സെയിം പാറ്റേൺ ആണ്. അവിടെ ഒരു 3/3 ആണെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ടേ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ളൂ. സോ അടുത്തായിട്ട് നമ്മൾ പറയുന്ന 5ാമത്തെ ചോദ്യമാണ്. സോ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾ വായിച്ചു വെക്കുക. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സുകളുടെ ഇൻവേഴ്സ് ആണ് വേണ്ടത്. നമ്മൾ ഇൻവേഴ്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു, ഇക്വേഷൻ നോക്കിയിരുന്നു. 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജ് എ ആണ് ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ. അവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ അതിലെ ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ നോൺ സീറോ ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യൂ. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആണ്. തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് നമ്മൾ എ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എ ഈക്വൽ ടു മെട്രിക്സ് 2 - 2 4 3 ആണ്. സോ ഇതിനെ എന്ത് ചെയ്യുക, ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുക്കുക. ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയഗണൽ വൈസിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3യുടെ വാല്യൂ 6 നൽകുക മൈനസ് ആണ്. 4 × -2 -8 എന്ന് വരും. -8ഉം ഈ ഒരു മൈനസും കൂടെ +8 എന്ന് കിട്ടും. സോ 6 + 8 14 നോട്ട് ഈക്വൽ 0 ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ 0 ആയതുകൊണ്ട് ഈ ഒരു മെട്രിക്സിന് എന്തുണ്ടാവും, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് അഡ്ജ് എ ആണ് വേണ്ടത്. സോ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, അഡ്ജ് എ എന്ന് പറയുമ്പോൾ ആദ്യമേ കോഫാക്ടർ മെട്രിക്സ് ആണ് വേണ്ടത്. സോ ഓരോ ടേമിൻ്റെ കോഫാക്ടേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് വരുന്ന ടേം A11 ആണ്. A11 എന്ന് പറയുമ്പോൾ -1 + 1 ഇൻറ്റു മൈനർ ഓഫ് A11 ആണ്. അതായത് ഇവിടെ 2ൻ്റെ മൈനർ വേണം. സോ 2ൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ 2 വരുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കി 3 ഉള്ളത്. സോ ഇൻറ്റു 3 എന്ന് കിട്ടും. സോ ആ ടേം നിങ്ങൾക്ക് 3 എന്നായിരിക്കും കിട്ടുക. അടുത്തായിട്ട് A12ൻ്റെ വാല്യൂ -1 + 1 + 2 ഇൻറ്റു 4 എന്ന് വരും. അത് -4 നോക്കിയിരിക്കുക എന്താണെന്നുള്ളത്. അടുത്തായിട്ട് A21ൻ്റെ വാല്യൂ, A21 എന്ന് പറയുമ്പോൾ -1 + 2 + 1 ഇൻറ്റു ഈ ഒരു ടേമിൻ്റെ അടുത്തായിട്ട് മൈനറാണ് വേണ്ടത്. അതായത് നമുക്കിവിടെ 4ൻ്റെ മൈനർ, 4 എന്ന് പറയുമ്പോൾ 4 വരുന്ന റോയും കോളവും ഒഴിവാക്കിയാൽ ബാക്കി ഇവിടെ -2 ആണുള്ളത്. സോ -2 ആയിരിക്കും അവിടെ വരുന്ന വാല്യൂ. ഇനി -1ൻ്റെ പവറിൽ വരുന്നത് 2 + 1 3 ആണ്. 3 ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ പവർ വന്നു കഴിഞ്ഞാൽ ഈ ടേം ഇത്രയും നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് ഇൻറ്റു -2 എന്ന് വരും. അത് +2 ആയിരിക്കും. അടുത്തതായിട്ട് A22 ആണ് വേണ്ടത്. A22 എന്ന് പറയുമ്പോൾ -1 + 2 + 2 ഇൻറ്റു ആ 4ാമത്തെ ടേമിൻ്റെ മൈനർ. അപ്പോൾ നമ്മുടെ 3യുടെ മൈനർ എന്ന് പറയുമ്പോൾ 3 വരുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കി ഇവിടെ 2 ഉള്ളത്. സോ 2 ആയിരിക്കും മൈനർ ഇൻറ്റു 2 ചെയ്തു. സോ -1ൻ്റെ പവറിൽ ഇവിടെ ഈവൻ നമ്പറാണ് വരിക. 2 + 2 4 ആണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആയിരിക്കും. ഈ ടൈം പോസിറ്റീവായി പോയി. ബാക്കി ഇവിടെ 2 ആണുള്ളത്. ആ 2 അതുപോലെ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കിട്ടിയ കോഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മെട്രിക്സ് ഫോം ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ 3 -4 2 2 3 - 4 2 2 ആണ് നമ്മൾ കിട്ടിയ മെട്രിക്സ്. നമുക്ക് വേണ്ടത് അഡ്ജോയിൻ്റ് ആണ്. സോ എന്ത് ചെയ്യുക, കിട്ടിയ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ റോയും കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ട്രാൻസ്പോസ് കിട്ടും. സോ ഫസ്റ്റ് റോ, ഒന്നാമത്തെ റോയിൽ 3 - 4 ആണ്. അത് നേരെ താഴേക്ക് എഴുതുക 3 - 4. അടുത്തായിട്ട് രണ്ടാമത്തെ റോ എടുക്കുകയാണെങ്കിൽ 2, 2 ആണ്. സോ വീണ്ടും എന്ത് ചെയ്യുക, രണ്ടാമത്തെ റോ എടുത്ത് രണ്ടാമത്തെ കോളമായിട്ട് എഴുതി. അപ്പോൾ നമുക്ക് കിട്ടിയത് അഡ്ജോയിൻ്റ് കിട്ടിക്കഴിഞ്ഞു എയുടെ. സോ നമുക്ക് ഇനി അടുത്തായിട്ട് വേണ്ടത് ഇൻവേഴ്സ് ആണ് വേണ്ടത്. ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്. A ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജ് എ ആണ്. സോ ഇവിടെ ഡിറ്റർമിനൻറ്റ് എയുടെ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. അത് 14 ആണ്. അതുപോലെ തന്നെ നമുക്ക് അഡ്ജ് എയുടെ വാല്യൂ ഉണ്ട്. സോ വാല്യൂ എടുക്കുകയാണെങ്കിൽ 1/14 ഇൻറ്റു അഡ്ജ് എക്ക് പറയുന്നുണ്ട് ഈ ഒരു മെട്രിക്സ്. അതുപോലെ ഇനി ഇവിടെ ഒരു വേണമെന്നൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു 14 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. കാര്യം നമുക്കൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ മെട്രിക്സിനകത്തുള്ള ഓരോ ടേമിനെയും ഈ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഗുണിച്ചെഴുതുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നാലും മതി, വ്യത്യാസമൊന്നുമില്ല. 1/14 ഇൻറ്റു ആ ഒരു മെട്രിക്സ് 3 2 -4 2 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ടടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കുക. സെയിം മോഡലാണ്. ഇവിടെ 2/2 മെട്രിക്സാണ് തന്നിരിക്കുക. അതിൻ്റെയും ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നോക്കുക. അത് 0ക്ക് ഈക്വൽ അല്ലെങ്കിൽ മാത്രമേ അതിന് എന്തുണ്ടാവുള്ളൂ, ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. 0 ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് എഴുതിയാൽ മതി. സോ അത് ചെയ്ത് നോക്കുക. ബാക്കി ചെയ്യാതെ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വർക്ക് ചെയ്ത് തന്നെ വരണം. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ എഴുതി ഇത് നോക്കി ഒരു വട്ടം നോക്കിയതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് അല്ലെങ്കിൽ ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മാത്രം അതിലേക്ക് എഴുതിയിട്ട് ആൻസർ സ്വന്തമായിട്ട് എഴുതി തന്നെ നോക്കണം. കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാൻ പാടുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ആൻസർ നോക്കുക. അത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ അടുത്ത വീഡിയോയിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുക 10ാമത്തെ ചോദ്യമാണ്. സോ തന്നേക്കുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ചോദിച്ചേക്കുക. അപ്പോൾ ഇൻവേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻറ്റ് വാല്യൂവും വേണം, അതുപോലെ തന്നെ അഡ്ജോയിൻ്റ് വാല്യൂവും വേണം. അപ്പോൾ തന്നേക്കുന്ന ഡിറ്റർമിനൻറ്റ് നമ്മൾ എ എന്ന് എടുക്കുകയാണെങ്കിൽ
എ ഈക്വൽ ടു മെട്രിക്സ് 1 -1 2, സെക്കൻഡ് റോയിൽ 0 2 -3, മൂന്നാമത്തെ റോയിൽ 3 -2 4 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ നോക്കാം. സോ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു നമ്മളിവിടെ ഫസ്റ്റ് റോയിലാണ് എക്സ്പാൻഡ് ചെയ്യുക, ഒരു 3/3 മെട്രിക്സ് ആയതുകൊണ്ട്. സോ ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യത്തെ ടേം 1 ആണ്. സോ 1 ഇൻറ്റു ആ 1 വരുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്യുക, ബാക്കി 4 വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഗുണിക്കുകയാണെങ്കിൽ 2 × 4 8, നടുക്ക് മൈനസ് ആണ്. ഇങ്ങനെ ഗുണിക്കുകയാണെങ്കിൽ -2 × -3 +6 എന്ന് വരും. സോ അത് കഴിഞ്ഞ് ഇനി അടുത്ത് രണ്ടാമത്തെ വാല്യൂ എടുക്കുക. രണ്ടാമത്തെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് എടുക്കണ്ടേ. സോ -1 എന്നാണ് വരിക, രണ്ട് നെഗറ്റീവ് കൂടെ ചേർന്ന് +1 എന്ന് വരും. ആ 1 ഇൻറ്റു ഇനി ആ ടൈം വരുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്യുക, ബാക്കി 4 വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. സോ അതെടുക്കുകയാണെങ്കിൽ 0 × 4 0 -3 × -3 -9 ആണ്. സോ 2 മൈനസ് കൂടെ നടക്ക് +9 എന്ന് വരും. സോ അത് കഴിഞ്ഞ് അടുത്ത ലാസ്റ്റ് ടൈം 2 ആണ്. ആ 2 ഇൻറ്റു വരുന്ന റോയും കോളും എലിമിനേറ്റ് ചെയ്തു, ബാക്കി 4 വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. അപ്പോൾ 0 × -2 0 ആണ്, നടുക്ക് മൈനസ്. വീണ്ടും ഇങ്ങനെ ഗുണിക്കുകയാണെങ്കിൽ 3 × 2 6 എന്ന് വരും. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് -1 എന്നാണ് കിട്ടുക. സോ -1 നോട്ട് ഈക്വൽ ടു 0 ആണ്, 0 അല്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ കിട്ടി -1 എന്ന്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അഡ്ജോയിൻ്റ് ആണ്. അഡ്ജോയിൻ്റ് വേണ്ടി ആദ്യം എന്ത് ചെയ്യുക, കോഫാക്ടർ മെട്രിക്സ് കാണും. അപ്പോൾ ഓരോ ടേമിൻ്റെ ആയിട്ട് കോഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ A11 ആണ്. നമ്മുടെ ഇക്വേഷനകത്ത് വാല്യൂ എടുക്കുകയാണെങ്കിൽ -1/i+j എന്നാണ്. ഐയുടെ ജെയുടെയും വാല്യൂ 1 വെച്ചിട്ടാണ്. ബാക്കി വരിക ഫസ്റ്റ് ടേമിൻ്റെ മൈനറാണ് വേണ്ടത്. സോ ഫസ്റ്റ് ടേമിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഈ 1 വരുന്ന റോയും കോളവും കഴിഞ്ഞ് ബാക്കി 4 വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആണ്. സോ എന്ത് ചെയ്യുക, ബാക്കി 4 വാല്യൂസ് കൂടെ കൊടുത്തേക്ക് 2 -3 -2 4 ആണ്. അതായത് -1/2 എന്ന് വരും, അത് പോസിറ്റീവായിരിക്കും. അപ്പോൾ അത് നോക്കണ്ട, ബാക്കി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ ഇങ്ങനെ ഗുണിക്കുക, 2 × 4 8, നടുക്ക് മൈനസ് ആണ്. -2 × -3 6 എന്ന് വരും. സോ 8 - 6 2 എന്നായിരിക്കും. അപ്പോൾ ആദ്യം കിട്ടുന്ന A11 എന്ന് പറയുന്ന കോഫാക്ടർ. അടുത്തായിട്ട് A12 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് -9 എന്ന് കിട്ടും. A13 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും -6 ആയിരിക്കും. അടുത്തായിട്ട് A21 നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, A21 ഇക്വേഷനകത്ത് വരിക -1/2 + 1 എന്നാണ് വരിക. ഇൻറ്റു ഇനിയിപ്പോൾ A21 എന്ന് പറയുന്ന എലമെൻറ്റൊക്കെ രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റാണ്. രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ് 0 ആണ്. സോ 0യുടെ മൈനറാണ് ഇനി വേണ്ടത്. സോ 0 വരുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കി 4 വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. സോ ഇവിടെ -1 2 -2 4 ഉള്ളത്. -1 2 -2 4. അപ്പോൾ ആദ്യത്തെ ടൈം നോക്കുകയാണെങ്കിൽ -1/2 2 + 1 3 എന്നാണ് വരിക. -1ൻ്റെ പവറിൽ 3 വരും. 3 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഒരു -ഉണ്ട്. സോറി, ഇതാണ് ടൈം. ഓൾറെഡി ഒരു -ഉണ്ട്. ബാക്കിയുള്ള 4 ടൈമിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. സോ -1 × 4 -4, നടുക്ക് മൈനസാണ്. വീണ്ടും -2 × 2 -4 ആണ്. അപ്പോൾ 2 നെഗറ്റീവ് കൂടെ +4 എന്ന് വരും. സോ അകത്ത് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 0 ആയിപ്പോയി. അപ്പോൾ ലാസ്റ്റ് എന്തായിരിക്കും ആൻസർ, 0 ആയിരിക്കും. അതുപോലെ എന്ത് ചെയ്യുക, A22ൻ്റെ വാല്യൂ നിങ്ങൾക്ക് -2 എന്ന് കിട്ടും. A23 നിങ്ങൾക്ക് -1 എന്ന് കിട്ടും. അതുപോലെ ഓരോ ടൈമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരിക. അങ്ങനെ നോക്കി വരികയാണെങ്കിൽ നമുക്കിവിടെ കിട്ടിയ കോഫാക്ടേഴ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു മെട്രിക്സ് എഴുതുക. അത് ഈ ടേംസ് എല്ലാം നിരത്തി എഴുതുക. ആദ്യത്തെ A11ൻ്റെ സ്ഥാനത്ത് 2, A12ൻ്റെ സ്ഥാനത്ത് -9, A13യുടെ സ്ഥാനത്ത് -6. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു മെട്രിക്സ് ഫോം ചെയ്യാം. അങ്ങനെ ഒരു മെട്രിക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തായി, കോഫാക്ടർ മെട്രിക്സ് ആയി. പിന്നെ അടുത്തായിട്ട് വേണ്ടത് അതിൻ്റെ ട്രാൻസ്പോസാണ് വേണ്ടത്. സോ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അഡ്ജോയിൻ്റ് കിട്ടും. അപ്പോൾ ആദ്യത്തെ റോ എടുത്ത് ആദ്യത്തെ കോളം. ഫസ്റ്റ് റോ 2 -9 -6 ആണ്, അത് നേരെ താഴേക്ക്. സെക്കൻഡ് റോയിൽ 0 -2 -1 ആണ്, അത് നേരെ താഴേക്ക്. വീണ്ടും മൂന്നാമത്തെ റോയിൽ -1 3 2 ആണ്, അത് നേരെ താഴേക്ക് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടിയത് ട്രാൻസ്പോസ് എഴുതിയിട്ടുള്ള ഒരു മെട്രിക്സ് കിട്ടി. നമുക്ക് വേണ്ടത് ഇൻവേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്, അഡ്ജ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജ് ചെയ്താണ് ഈ സെയിം ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയതേ ഉള്ളൂ. സോ ഇവിടെ ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ എന്ന് വെച്ചാൽ 1/-1 ആണ് നമുക്കത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ -1 ഇൻറ്റു അഡ്ജ് എ. ഈ അഡ്ജ് എയുടെ വാല്യൂ ആണ് നമ്മൾ കൊടുത്തേക്ക് നേരത്തെ കിട്ടിയ വാല്യൂ.
സോ ഇവിടെ 1/-1 എന്ന് പറയുമ്പോൾ അത് -1 ആണ്. ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തേക്കുകയാണ്. -1 ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ആ -1 കൊണ്ട് ഈ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കാണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഗുണിക്കാണ്ട് എന്ത് ചെയ്താൽ മതി, എല്ലാ ടേമിനെയും ആ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഗുണിച്ചെഴുതിയാൽ മതിയാവും. സോ ഇതിൽ ഓരോ ടേമിനെ 2വിനെ -1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ -2 എന്ന് വരും. 0 0 തന്നെയാണ്. -1 × -1 +1 എന്ന് വരും. -9 × -1 9 എന്ന് വരും. -2 × -1 2 എന്ന് വരും. 3 × -1 -3 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ ടേമിനെയും മൈനസ് കൊണ്ട് ഗുണിച്ചെഴുതിയേക്കാണ്. അതാണ് അതിൻ്റെ ഇൻവേഴ്സ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് 12ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ AB എന്ന് പറയുന്ന 2 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. നമുക്കിവിടെ A × B എന്ന ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു B ഇൻവേഴ്സ് × A ഇൻവേഴ്സ് എന്ന് വേരിഫൈ ചെയ്യാനാണ്. സോ ഇവിടെ ആവശ്യമായിട്ട് വരിക, ആദ്യമേ A × Bയുടെ പ്രോഡക്റ്റ് എടുക്കുക, ശേഷം അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതുപോലെ റൈറ്റ് സൈഡിലുള്ളത് B ഇൻവേഴ്സ് × A ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് B ഇൻവേഴ്സും കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ A ഇൻവേഴ്സ് വേണം, ശേഷം എന്ത് ചെയ്യുക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത്രയും സ്റ്റെപ്പാണ് ഇതിനകത്ത് വരിക. സോ ഇവിടെ ആദ്യമേ വേണ്ടത് A × B എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിക്കുകയാണ്. സോ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന 2 മെട്രിക്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നിങ്ങൾക്ക് ഗുണിച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോ പഠിച്ചു വന്ന കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ. നിങ്ങൾ ഞാൻ ചെയ്ത് നോക്കണമെന്ന് പറയുന്നതാണ്. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ബാക്കി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്ന ക്വസ്റ്റ്യൻസും വീണ്ടും നിങ്ങൾ എഴുതി തന്നെ ചെയ്ത് പഠിച്ചു വരിക, എങ്കിലേ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരാൻ പറ്റൂ. ഞാനിവിടെ ചെയ്യുന്ന സ്റ്റെപ്പ് വീണ്ടും വരികയാണെങ്കിൽ ഞാനത് സ്കിപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ, വീണ്ടും റിപ്പീറ്റ് പറയില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്ത് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റൂ. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെട്രിക്സ് ഇതായിരിക്കും. 67, 87, 47, 61 പറയുന്ന ഒരു മെട്രിക്സ് ഇവിടെ കിട്ടും. സോ A × B ആയി നമുക്കിനി വേണ്ടത് A × Bയുടെ ഇൻവേഴ്സ് ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക, ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഈ A × B എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഡയഗണൽ വൈസിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 67 × 61 മൈനസ് 47 × 87 എന്നാണ് വരിക. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -2 എന്ന് കിട്ടും. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, എക്സാമിന് ഉപയോഗിക്കാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 0ക്ക് ഈക്വൽ അല്ല. 0ക്ക് ഈക്വൽ അല്ല എങ്കിൽ അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് അഡ്ജോയിൻ്റ് ആണ്. സോ എന്ത് ചെയ്യുക, അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. 1/ഡിറ്റർമിനൻറ്റ് AB × അഡ്ജ് AB ആണ് നമ്മുടെ A × Bയുടെ ഇൻവേഴ്സ്. സോ ഇവിടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്ത് വരും, ഡിറ്റർമിനൻറ്റ് ABയുടെ വാല്യൂ -2 ആണ്. സോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1/-2 വരും. ആ മൈനസോടെ പുറത്ത് വെച്ചേക്കാണ്, -1/2 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ നിങ്ങൾ അഡ്ജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ എനിക്ക് കൊടുത്തേക്കുക 61 -87 -47 67 എന്ന് പറയാം. സോ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റെപ്പോട് ചെയ്തേക്കുകയാണ്. ഈ ഒരു നെഗറ്റീവ് കൊണ്ട് ഈ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ എന്ത് ചെയ്യുക, ഓരോ ടേമിനെയും ആ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് ഇവിടെ കാണിച്ചിരിക്കുക. സോ നമ്മുടെ LHS കിട്ടി, ഈ ഒരു വാല്യൂ ആണ്. അടുത്തേക്ക് നമുക്ക് വേണ്ട RHS ആണ് വേണ്ടത്. ഇവിടെ B ഇൻവേഴ്സും ഉണ്ട്, A ഇൻവേഴ്സും ഉണ്ട്. അതുപോലെ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഡിറ്റർമിനൻറ്റ് Aയുടെ വാല്യൂ കിട്ടുന്നത് 1 ആണ്. അതുപോലെ ഡിറ്റർമിനൻറ്റ് Bയുടെ വാല്യൂ കിട്ടുക -2 ആണ്. രണ്ടും എന്തല്ല, 0ക്ക് ഈക്വൽ അല്ല. അപ്പോൾ A ഇൻവേഴ്സും B ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തായിട്ട് A ഇൻവേഴ്സും B ഇൻവേഴ്സുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് അവിടെ A ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/ഡിറ്റർമിനൻറ്റ് A × അഡ്ജ് A ആണ്. സോ ഇവിടെ അഡ്ജ് Aയുടെ വാല്യൂ അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ വാല്യൂ എടുക്കുക എന്ത് ചെയ്യും, ഇവിടെ ഡിറ്റർമിനൻറ്റ് Aയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 × ഇവിടെ കിട്ടുന്ന ഈ ഒരു വാല്യൂ ആണ് അഡ്ജ് Aയുടെ വാല്യൂ. അപ്പോൾ അടുത്തുപോലെ എന്ത് വേണം, B ഇൻവേഴ്സ് വേണം. B ഇൻവേഴ്സിനകത്ത് നമുക്ക് കിട്ടിയത് ഡിറ്റർമിനൻറ്റ് Bയുടെ വാല്യൂ -2 ആയിരുന്നു. സോ -1/2 × ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ അഡ്ജ് B ആണ് വേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാൽക്കുലേറ്റ് ചെയ്യുക. അഡ്ജ് Bയുടെ വാല്യൂ കിട്ടുക മെട്രിക്സ് 9 -8 -7 6 എന്നാണ് കിട്ടുക. സോ നമുക്ക് A ഇൻവേഴ്സും കിട്ടി, B ഇൻവേഴ്സും കിട്ടി. നമ്മുടെ ക്വസ്റ്റിനകത്ത് റൈറ്റ് സൈഡിൽ ഉള്ളത് B ഇൻവേഴ്സ് × A ഇൻവേഴ്സ് ആണ്. സോ എന്ത് ചെയ്യുക, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ നിങ്ങൾ ആദ്യമേ B ഇൻവേഴ്സിൻ്റെ വാല്യൂ തന്നെ എഴുതണം. പ്രോഡക്റ്റ് ആണെന്ന് കരുതി തിരിച്ചെഴുതിയാൽ മാറിപ്പോവും. മെട്രിക്സിൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ ഒന്നും ഒബേ ചെയ്യുന്നില്ല. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യമേ B ഇൻവേഴ്സ് തന്നെ എഴുതിയേ പറ്റുള്ളൂ. ആദ്യമേ B ഇൻവേഴ്സ് × രണ്ടാമത് A ഇൻവേഴ്സിൻ്റെ വാല്യൂ. ഇവിടെ -1/2 പുറത്തിട്ടേക്കാണ്. ഇനി എന്ത് ചെയ്യുക, ഈ 2 മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, റോ എടുത്ത് കോളത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും ഈ കാണിച്ചേക്കുക 61 -87 -47 67 എന്ന് പറയുന്നത്. സോ വീണ്ടും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു നെഗറ്റീവ് കൊണ്ട് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ മൈനസ് കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ
പുറത്ത് 1/2 ആണ്. മൈനസ് ഇൻറ്റു 61 മൈനസ് 61, മൈനസ് ഇൻറ്റു മൈനസ് 87 പ്ലസ് 87, മൈനസ് ഇൻറ്റു മൈനസ് 47 പ്ലസ് 47, മൈനസ് ഇൻറ്റു 67 മൈനസ് 67 കിട്ടും. സോ നമുക്ക് കിട്ടിയ LHSഉം RHS എന്താണ് സെയിം വാല്യൂസാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് എന്തായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് വെരിഫൈ ആയി. സോ A ഇൻറ്റു B ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു B ഇൻവേഴ്സ് ഇൻറ്റു A ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 13ാമത്തെ ചോദ്യമാണ്. സോ ഇവിടെ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. ഷോ ദാറ്റ് A² മൈനസ് 5A പ്ലസ് 7A ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ഷോ ചെയ്യാനുള്ളത്. അതുപോലെ ഹെൻസ് ഫൈൻഡ് A ഇൻവേഴ്സ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്നും A ഇൻവേഴ്സും കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ടേംസ് A² ഉണ്ട്, 5A ഉണ്ട്, 7A ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും ടേംസിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. സോ നമ്മൾ ഈ ഇക്വേഷൻ്റെ LHS എടുക്കുകയാണെങ്കിൽ A² മൈനസ് 5A പ്ലസ് 7A ആണ്. അപ്പോൾ A² നിങ്ങൾക്ക് A ഇൻറ്റു A എന്ന് എഴുതാൻ പറ്റും. A ഇൻറ്റു A² ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ടൈം A² A ഇൻറ്റു A എന്ന് എഴുതി അവിടെ എയുടെ വാല്യൂ എടുത്തേക്കാണ് ക്വസ്റ്റിനകത്തുണ്ട്. എയുടെ വാല്യൂ ഈ ഒരു മെട്രിക്സ് ആണ്. A ഇൻറ്റു A ആണ് A². അടുത്ത ടൈം മൈനസ് 5A ആണ്. മൈനസ് 5 ഇൻറ്റു എക്ക് പകരം വീണ്ടും വാല്യൂ കൊടുത്തു. പ്ലസ് അടുത്ത ടൈം 7 ഇൻറ്റു I ആണ്. പ്ലസ് 7 ഇൻറ്റു I എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇവിടെ A 2/2 ആയതുകൊണ്ട് 2/2 ആയിട്ടുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ഡയഗണൽ വൈസിൽ 1 1 ആയിരിക്കും. ബാക്കി എല്ലാ എലമെൻസും 0. അതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. സോ നമ്മൾ വാല്യൂ എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ ആദ്യത്തെ ടൈം രണ്ടും കൂടെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണ്. സോ എന്ത് ചെയ്യുക, ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആയിരിക്കും എഴുതിയേക്കുക. അടുത്തായിട്ട് മൈനസ് 5 ഇൻറ്റു ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് കൂടിക്ക് എന്ത് ചെയ്താൽ മതി, ഓരോ ടീമിനെയും ആ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 3, 5 ഇൻറ്റു 1, 5 ഇൻറ്റു -1, 5 ഇൻറ്റു 2. അപ്പോൾ ആ ഒരു മെട്രിക്സ് കിട്ടി. അതുപോലെ വീണ്ടും പ്ലസ് 7 ഇൻറ്റു ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെയും ഓരോ ടീമിനെയും ഈ 7 കൊണ്ട് ഗുണിച്ചെഴുതുക. 7 ഇൻറ്റു 1, 7 ഇൻറ്റു 0, 7 ഇൻറ്റു 0, 7 ഇൻറ്റു 1. അപ്പോൾ എന്താ ഇതുപോലൊരു മെട്രിക്സ് കിട്ടും. സോ വീണ്ടും ഇവിടെ വരുന്ന അടുത്ത മൈനസും പ്ലസ്സും വരിക. അപ്പോൾ എന്ത് ചെയ്ത് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ 8 മൈനസ് 15 പ്ലസ് 7 എന്ന് വരും ഇവിടെ ആദ്യത്തെ ടൈം. സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടൈംസെല്ലാം എടുക്കുക. 5 മൈനസ് 5 പ്ലസ് 0 ആ സെക്കൻഡ് ടൈം. അടുത്ത ഈ ടൈം എടുക്കുകയാണെങ്കിൽ ആ -5 മൈനസ് -5 പ്ലസ് 0 ആയിരിക്കും ഇവിടുത്തെ ടൈം. അപ്പോൾ ഈ അടുത്ത മൂന്നാം ടൈം എടുത്തെഴുതുക. സോ ഇതൊന്ന് ആഡ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 0 0 0 0 എന്ന മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അതായത് എല്ലാ എലമെൻസും 0 ആണ്. അതൊരു 0 മെട്രിക്സ് ആയിരിക്കും. സോ നമ്മുടെ ആദ്യത്തെ പാർട്ട് പ്രൂവ് ആയി കഴിഞ്ഞു. റൈറ്റ് സൈഡ് നമുക്ക് എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. സോ നമുക്ക് അടുത്തായിട്ടുള്ളത് ഹെൻസ് ഫൈൻഡ് A ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും ആണ് A ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചല്ല, ഇതിൽ നിന്ന് വേണം A ഇൻവേഴ്സിലേക്ക് പോകാൻ. സോ നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, A² മൈനസ് 5A പ്ലസ് 7A ഈക്വൽ ടു 0 ആണ്. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ A ഇൻവേഴ്സിലേക്ക് പോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യം, ഈ ഒരു ഇക്വേഷനെ രണ്ട് സൈഡും എന്ത് ചെയ്യുക, ഒരു A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ഈ ഒരു ഇക്വേഷനെ മുഴുവനായിട്ടും A ഇൻവേഴ്സ് കൊണ്ടും ഈ 0 എന്ത് ചെയ്യുന്നു, ഒരു A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ A ഇൻവേഴ്സ് ഇൻറ്റു ഇവിടുത്തെ ആദ്യത്തെ ടൈം A² ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനെ A ഇൻറ്റു A എന്ന് എഴുതി. എന്നിട്ട് ആദ്യത്തെ ഈ രണ്ട് ടൈമിന് മാത്രം ഒരു ബ്രാക്കറ്റിൽ, ബാക്കി 5 ഇൻറ്റു A. ഇതിനെ എന്ത് ചെയ്യുന്നു, A ഇൻവേഴ്സ് കൊണ്ട് ഗുണിച്ചു. പ്ലസ് 7IA ഒരു A ഇൻവേഴ്സ് കൊണ്ട് ഗുണിച്ചു. റൈറ്റ് സൈഡിൽ 0 ആണ്. 0യെ ഏത് നമ്പറോട് ഗുണിച്ചാലും അത് 0 തന്നെ ആയിരിക്കും. അപ്പോൾ ബാക്കി ഇവിടെ വരിക ഈ ഒരു ബ്രാക്കറ്റിൽ A ഇൻവേഴ്സ് ഇൻറ്റു A ആണ്. A ഇൻവേഴ്സ് ഇൻറ്റു Aയുടെ വാല്യൂ I ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതൊരു റിസൾട്ടാണ് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു കാണും. A ഇൻവേഴ്സ് ഇൻറ്റു Aക്ക് ഒരു I കൊടുത്തു കഴിഞ്ഞാൽ I ഇൻറ്റു A എന്നായിരിക്കും ആദ്യത്തെ ടൈം വരിക. ബാക്കി ഇവിടെ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമും A ഇൻറ്റു A ഇൻവേഴ്സ് എന്തായി പോവും, I ആയാൽ ബാക്കി 5I എന്ന് വരും. വീണ്ടും ഇവിടെ I ഇൻറ്റു A ഇൻവേഴ്സ് ആണ്. അതൊരു റിസൾട്ടാണ്. ഏത് മെട്രിക്സിനെയും ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതേ മെട്രിക്സ് തന്നെ കിട്ടും. സോ I ഇൻറ്റു A ഇൻവേഴ്സിൻ്റെ വാല്യൂ A ഇൻവേഴ്സ് തന്നെയാണ്. സോ അവിടെ ബാക്കി 7A ഇൻവേഴ്സ് ആയിരിക്കും കിട്ടുക. റൈറ്റ് സൈഡ് 0 ആണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ റിസൾട്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെയും I ഇൻറ്റു A ഉള്ളത്. വീണ്ടും എന്ത് ചെയ്യുക, I ഇൻറ്റു Aയുടെ വാല്യൂ A തന്നെയാണ്. സോ ഇവിടെ എങ്ങനെ വരും, A മൈനസ് 5I പ്ലസ് 7A ഇൻവേഴ്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് അവിടുന്ന് A ഇൻവേഴ്സ് ആണ് വേണ്ട. അപ്പം എന്ത് ചെയ്യുക, A ഇൻവേഴ്സ് ഉള്ള ഈ ഒരു ടീം മാത്രം ഇവിടെ ഇടുക. ബാക്കി ഈ രണ്ട് ടീംസ് റൈറ്റിലേക്ക് കൊണ്ടുപോകാം. സോ A അപ്പുറം പോയാൽ -A ആവും, -5 അപ്പുറം പോയാൽ പ്ലസ് 5I ആയി. സോ അതിൽ നമുക്ക് 7A ഇൻവേഴ്സ് ഈക്വൽ ടു 5I മൈനസ് A എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ 7A ഇൻവേഴ്സ് ഈക്വൽ ടു വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ വാല്യൂ എടുക്കുകയാണ്. 5 ഇൻറ്റു Iയുടെ വാല്യൂ വീണ്ടും നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1001 മൈനസ് Aയുടെ വാല്യൂ ക്വസ്റ്റിനകത്തുണ്ടായിരുന്നു. വീണ്ടും Aക്ക് വാല്യൂ എടുത്തു. സോ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 കൊണ്ട് ഈ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ശേഷം എന്ത് ചെയ്യുക, ഇതൊന്ന് മൈനസ് ചെയ്യാം. നമ്മൾ മൈനസ് ചെയ്ത് നിങ്ങൾക്ക് 7A ഇൻവേഴ്സിൻ്റെ വാല്യൂ 2 - 1 13 എന്ന് കിട്ടുക. നമുക്ക് വേണ്ടത്
എ ഇൻവേഴ്സിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു 7 കിടപ്പുണ്ട്. 7 മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണ്. ആ 7 അപ്പുറം പോയി കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം. സോ എന്ത് ചെയ്യുക, ആ 7 ഇപ്പുറം വന്നു കഴിഞ്ഞാൽ 1/7 ഇൻറ്റു ഈ മെട്രിക്സ് അതുപോലെ 2 - 1 1 3 ആണ്. സോ ഇവിടുന്ന് എ ഇൻവേഴ്സിൻ്റെ വാല്യൂ കിട്ടി 1/7 ഇൻറ്റു ഈ ഒരു മെട്രിക്സ്. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്.